ബെസ്റ്റ് ക്യാമറ അണ്ടർ 1 lakh. ഈ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നതാണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ആ ക്യാമറ ഒന്ന് കൈ കിട്ടി അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു വെയിറ്റ് ചെയ്തത്. സോണി ZV-E10 Mark II കൊണ്ട് ഞാൻ തമിഴ്നാട്ടിലെ തെരിക്കാട് KTM Adventure 390Xന്റെ ഒരു വീഡിയോ എടുക്കാൻ പോകും. ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ക്യാമറ. ഗിംബലിൽ വെക്കുമ്പോഴും ഗിംബലിൻ്റെ വെയിറ്റ് ആയിരുന്നു കൂടുതലും ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ ഷൂട്ടിന് ഹൈഡയുടെ വേരിയബിൾ ND ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈക്ക് ഓടിക്കുന്ന ഷോട്ട്സിൽ ആ മോഷൻ ബ്ലർ കിട്ടാൻ ഷട്ടർ സ്പീഡ് കുറയ്ക്കേണ്ടി വന്നു. ND ഫിൽറ്റർ വളരെ ആവശ്യമായിരുന്നു. ഓൾസോ ഇതിലൊരു CPL കൂടെ വരുന്നതുകൊണ്ട് സ്കൈയും വണ്ടിയിലെ റിഫ്ലക്ഷൻസും ഒക്കെ കുറേ ക്ലിയർ ആയിരുന്നു. വ്ളോഗ് ചെയ്യാനാണെങ്കിലും ഈ ക്യാമറ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ആക്റ്റീവ് സ്റ്റഡി ഷോട്ട് ഓൺ ചെയ്യുമ്പോൾ നല്ലൊരു ക്രോപ്പ് വരും, ബട്ട് സ്റ്റെബിലൈസേഷൻ ഒരു രക്ഷയില്ല. ZV-E10 Mark II ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാമറയിൽ നമ്മൾ മൈക്കൊന്നും കണക്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ക്യാമറ തിരിച്ചു വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സ്ക്രീനും സൈഡിൽ കാണാൻ പറ്റുന്നതുകൊണ്ട് ഭയങ്കര കോമ്പാക്ട് കേട്ടോ. ഞാൻ ആക്ഷൻ ക്യാമറയിൽ വ്ളോഗ് ചെയ്യേണ്ടത് ഇതിനകത്ത് വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചാൽ. പിന്നെ നിങ്ങൾക്ക് ഇൻബോഡി സ്റ്റെബിലൈസേഷൻ മസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ പൈസ ഇട്ട് ലൂമിക്സ് S9 ഫുൾ ഫ്രെയിം ക്യാമറ മേടിക്കുന്നതായിരിക്കും നല്ലത്. സോണിയുടെ ഫുൾ ഫ്രെയിം ക്യാമറാസിൽ വരുന്ന സെയിം ബാറ്ററി ആയതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫ് പൊളിയായിരുന്നു. ഒരു സിംഗിൾ ബാറ്ററി ആയിരുന്നു ആ തെരിക്കാട് ഷൂട്ടിനായി യൂസ് ചെയ്തത്. എന്നിട്ടും 30% എന്തോ ബാക്കിയുണ്ടായിരുന്നു. അതും കൊട്ട വെയിലത്തായിരുന്നു ഷൂട്ട്. പിന്നെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റും കാർഡ് സ്ലോട്ടും വേറെ വേറെയാണ്. ആൻഡ് ഈ ക്യാമറയ്ക്ക് മാക്സിമം കോമ്പാക്റ്റ് ആയിട്ടുള്ള ലെൻസുകളായിരുന്നു ഞാൻ യൂസ് ചെയ്തത്. ഒന്നാമത് 2 വീലറിലായിരുന്നു ട്രിവാൻഡ്രത്ത് നിന്ന് തെരിക്കാട് വരെ പോയത്. മാക്സിമം ലൈറ്റായിട്ട് ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ സോണിക്ക് ഇഷ്ടം പോലെ തേർഡ് പാർട്ടി ലെൻസസ് ഉള്ളതുകൊണ്ട് ലെൻസിൻ്റെ കാര്യത്തിൽ വലിയ ക്ഷാമമൊന്നും ഇല്ലായിരുന്നു. സോണിയുടെ 11mm 1.8 ആയിരുന്നു അൾട്രാ വൈഡിന് യൂസ് ചെയ്തത്. പിന്നെ സിഗ്മയുടെ ഒരു 1850 2.8ഉം സാംയാങ്ങിൻ്റെ 85mm 1.8ഉം. ഇമേജ് ക്വാളിറ്റി വൈസ് സീൻ സാധനമാണ്. S-Log 3-ലായിരുന്നു ഞാൻ ഷോർട്സ് എല്ലാം എടുത്തത്. 4K 30-ൽ ആ സെൻസർ ഫുള്ളായിട്ട് യൂസ് ചെയ്യാം. 4K 60-ൽ ചെറിയൊരു ക്രോപ്പ് വരുന്നുണ്ട്. 4K 120-ൽ 1.6 ടൈംസ് ക്രോപ്പും വരുന്നുണ്ട്. ഒരു APS-C സെൻസറിൽ പിന്നെ ഒരു 1.6 ടൈംസ് ക്രോപ്പ് വരുന്നത് ചെറിയ പ്രശ്നമാണ്. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന വേറെ ക്യാമറാസിൽ ഒന്നിലും 4K 120 പോലും ഇല്ല. 4K 120-യുടെ ക്വാളിറ്റി നൈസായിരുന്നു, ബട്ട് നോട്ട് ദ ബെസ്റ്റ്. FX30-യുടെ സെയിം സെൻസറാണ് ഈ ക്യാമറയിലും വെച്ചേക്കുന്നത്. അതിൽ ഫാനുണ്ട്, അതുകൊണ്ട് ഓവർ ഹീറ്റ് ആവുമോ എന്നുള്ള പേടി വേണ്ട. ആൻഡ് അവിടെയാണ് ഈ ക്യാമറയുടെ പർപ്പസ് വരുന്നത്. ഒരു കുഞ്ഞ് വ്ളോഗിങ് ക്യാമറ ദാറ്റ് ക്യാൻ ഷൂട്ട് സിനിമാറ്റിക് കോണ്ടന്റ്. ഫാനില്ലാണ്ട് ഈ ക്യാമറ ആ ഷൂട്ടിന് ഓവർ ഹീറ്റ് ആയില്ല എന്നുള്ളത് ശരിക്കും ഞങ്ങൾക്ക് സർപ്രൈസായി. 4K 60-ലും 120-ലും B-റോൾസ് ആയിരുന്നു ഷൂട്ട് ചെയ്തത്. കണ്ടിന്യൂസ് റെക്കോർഡിങ്ങിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതുപോലെ സോണിയുടെ ഓട്ടോ ഫോക്കസ് വളരെ ട്രസ്റ്റ് ചെയ്യാം. ലോ ലൈറ്റ് ഷോട്ട്സ് എടുത്തപ്പോഴും ഓട്ടോ ഫോക്കസ് അടിപൊളിയായിരുന്നു. ഈ ക്യാമറ റിവ്യൂവിന് കിട്ടാൻ ഞാൻ ശരിക്കും വെയിറ്റ് ചെയ്തു. ഏതാണ്ട് 2 മാസത്തോളം ട്രൈ ചെയ്തു ഡെമോ യൂണിറ്റ് കിട്ടാൻ. അതുപോലെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വണ്ടി തന്നത് KTM-ൻ്റെയും ട്രയംഫിൻ്റെയും കഴക്കൂട്ടത്തുള്ള സാരഥി ഷോറൂമിൽ നിന്നായിരുന്നു. ഇത്രയും റോഡ് പ്രസൻസ് ഉള്ളൊരു വണ്ടി കിട്ടിയതുകൊണ്ടും നിജിൻ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടും നല്ല കുറേ ഷോട്ട്സ് എടുക്കാൻ പറ്റി. പിന്നെ ഇതിൻ്റെ ഒരു BTS വ്ളോഗ് രാംനാഥ് മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനലിൽ രാംനാഥ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ടൈം കിട്ടുമ്പം അതും കൂടെ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാക്കലാം.